ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഗായ്സ് ഓർത്തഡോക്സ് ക്രിസ്മസ് കാണാനായിട്ട് ഞാൻ പോവുകയാണ്. യൂറോപ്പ് സ്കെയറിൽ തന്നെയാണ്. ശരിക്കും ഞാൻ ന്യൂ ഇയറിനാണ് ലാസ്റ്റായിട്ട് അവിടെ പോയത്. അപ്പോൾ അവിടെ പരിപാടികളൊക്കെ തുടങ്ങി ഏകദേശം ഒരു 15 ദിവസത്തോളമായി. അപ്പം 2 ദിവസം കൂടി കഴിഞ്ഞ് ഇത് മൊത്തം തീരും. അപ്പം ഞാൻ അതിന് മുന്നേ പോകാമെന്ന് ഓർത്ത് ക്രിസ്മസ് ഡേ തന്നെ ആയിക്കോട്ടെ എന്നോർത്ത് പിന്നെയും പോയതാണ്, കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ. അപ്പം ഞാൻ അതൊരു വ്ളോഗും കൂടി ആക്കാമെന്ന് ഓർത്തു അങ്ങനെ പോവുകയാണ്. ഗൈസ് സത്യം പറഞ്ഞ ആൾക്കാരൊക്കെ വളരെ കുറവാണ്. കാരണം 12 മണി കഴിഞ്ഞിട്ടാണല്ലോ വന്നത്, അതുകൊണ്ടാണ് എല്ലാം മിസ്സായി പോയത്. ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല ഇങ്ങനെ ലേറ്റ് ആയി കഴിഞ്ഞ് എല്ലാവരും പോകുന്നു. കാരണം ന്യൂ ഇയർ ടൈമിൽ തന്നെ അതൊരു 12 മണി ടൈമിലായിരുന്നു പരിപാടികളൊക്കെ, അതുകൊണ്ടാണ്. ബട്ട് ഇവിടെ ഇങ്ങനെയാണ് സംഭവിച്ചത്. ചിലപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ടായിരിക്കും, എനിക്കറിയത്തില്ല. എന്തായാലും ഉള്ളതുകൊണ്ട് സന്തോഷപ്പെട്ട് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിങ്ങനെ സമാധാനിച്ചു. പിന്നെ ട്രീയുടെ അവിടെ പിന്നെ കുറെ പേരൊക്കെ വരുന്നുണ്ടായിരുന്നു. കാരണം ആരും ഇല്ലാത്തപ്പം അവർക്ക് നല്ലപോലെ ഫോട്ടോസ് എടുക്കാമല്ലോ, അതുകൊണ്ട് എനിക്കും അങ്ങനെ ഒരു ചാൻസ് കിട്ടി. അപ്പം ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു. പിന്നെ ഇവിടെ KFC ആണ് ഇതിൻ്റെ ഫ്രണ്ടിൽ. അപ്പം അങ്ങോട്ട് പോകുന്നവരും ഉണ്ട്. പിന്നെ അവിടെയൊക്കെ നിറച്ച് ആൾക്കാർ ഫുഡ് കഴിക്കാനും ഒക്കെ പോയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ന്യൂ ഇയർ ടൈമിലൊക്കെ ആകുമ്പം അത്രയും ദിവസവും ഇവിടെ റെസ്റ്റോറൻറ്റ്സ് അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ ഫുഡിന് ഭയങ്കര ഇതാണ്, കാരണം എല്ലാം ക്ലോസ്ഡ് ആയിരിക്കും. പിന്നെ നമ്മുടെ ജനുവരി ഇയറിൽ പുതിയ ഇയർ കയറിയപ്പം ആദ്യത്തെ ഒരു 3-4 ദിവസവും ഇവിടെ ഫുൾ കടകളും ക്ലോസ്ഡ് ആയിരുന്നു. സത്യം പറഞ്ഞാൽ അത് വലിയൊരു പണിയായിരുന്നു. കുറേ ദിവസത്തേക്ക് ഷോപ്സ് ഒന്നും ഇല്ലെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലൊക്കെ 1-ാം തീയതിയും വർക്കിംഗ് ഡേ ആണ്, സ്കൂൾ ഉൾപ്പെടെ. ഇവിടെ ഫുൾ ഷോപ്സ് ഉൾപ്പെടെ ക്ലോസ്ഡ് ആണ്. പിന്നെ നമ്മുടെ നാട്ടിലെ പോലെ എനിക്ക് തോന്നിയത് ഈ മാല, ചെയിൻ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കാണണ്ടപ്പം. പക്ഷെ നാട്ടിലെക്കാട്ടി ഒരു 3-4 ഇരട്ടി റേറ്റ് കൂടുതലായിരിക്കും ഇവിടെ. പിന്നെ നമ്മുടെ മിക്കി മൗസ്, ഈ ബീച്ചിൽ നമ്മുടെ നാട്ടിലൊക്കെ മുല്ലയ്ക്ക് ചെറുപ്പൊക്കെ കാണുമല്ലോ, അവിടെയൊക്കെ ഉള്ള പോലെ തന്നെയായിരുന്നു എല്ലാം.
പിന്നെ ഈ പമ്പരം അങ്ങനത്തെ എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് പറഞ്ഞ് എൻ്റെ ഫ്രണ്ട് ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ അവളിത് വേണം വേണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ബഹളമൊക്കെ വെക്കുന്നുണ്ട്. ഞങ്ങളെല്ലാം പറഞ്ഞ് ഇത് കൊള്ളത്തൊന്നുമില്ല, കുഞ്ഞു പിള്ളേർ കളിക്കുന്ന സാധനങ്ങൾ, ഇതൊക്കെ നിനക്ക് എന്തിനാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കളിയാക്കി കുറേയൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ എന്നാൽ വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി. ബട്ട് ഇത് സത്യം പറഞ്ഞാൽ കണ്ടപ്പോൾ നല്ല രസമായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ആയിട്ട് എടുത്തത്. എനിക്ക് തന്നെ ഇത് കണ്ടിട്ട് ചിരി വരുന്നുണ്ട്. വലുതായിട്ട് നമ്മൾ കുഞ്ഞു പിള്ളേരെ പോലെ ആക്ഷനൊക്കെ കാണിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഇതായിട്ട് തോന്നുമല്ലോ. പിന്നെ ഇപ്പുറത്തെ സൈഡിലോട്ട് പോകാൻ പോവാണ്. ഞാൻ ജസ്റ്റ് ഈ സൈഡ് നേരെ ഇങ്ങനെ വന്നിട്ട് അപ്പുറത്തെ സൈഡാണ് കാണിച്ചത്. റൈറ്റ് സൈഡിൽ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട്. സത്യം പറഞ്ഞാൽ തിരക്ക് തീരെ ഇല്ല, കാരണം ക്ലോസിങ് ടൈം ആണല്ലോ. അപ്പം ഇപ്പം ഇവർക്ക് വരുന്നത് സത്യം പറഞ്ഞാൽ എക്സ്ട്രാ വരുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഇന്നത്തെ ദിവസമാണ് ലാസ്റ്റ്. Ya 진짜 받아요. 좋아하기 ഗൈസ് അങ്ങനെ മാക്കിൽ വന്നു. 12 മണി കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ഫുഡ് കിട്ടുന്ന സ്ഥലം ക്ലോസ്ഡ് ആണ്. അപ്പോൾ ഈ സൈഡിൽ മാത്രമേ ഉള്ളൂ. ബട്ട് എനിക്കിഷ്ടമുള്ള ഐസ്ക്രീം ഇവിടെ നിന്നും കിട്ടിയില്ല. അങ്ങനെ KFCയിലോട്ട് പോവുകയാണ്. പിന്നെ എല്ലാവർക്കും ഫുഡൊക്കെ കഴിക്കണം, അതുകൊണ്ട് പോവുകയാണ്. ഞാൻ ഓൾറെഡി കഴിച്ചതാണ്, എനിക്ക് അതുകൊണ്ട് ഐസ്ക്രീം മാത്രം മതി. ഗൈസ് അങ്ങനെ തിരിച്ചെത്തി. ഇത് വോക്ക് സെൻറ്റർ ആണ്. ഇവിടെ ഇറങ്ങാൻ കാരണം എല്ലാവരുടെയും വീട് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആയിട്ടാണ്, സെൻറ്ററിൽ തന്നെ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.